ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ലാലേട്ടന് നമ്മളൊരു ബേണൽ കാർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. കമോൺ ലെറ്റ്സ് ഗോ. ആദ്യം നമ്മൾ എടുക്കുന്ന ഒരു പേപ്പറാണ്. അത് നമ്മൾ ഈക്വലായിട്ട് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നമ്മളുടെ രണ്ടും ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു പേപ്പർ എടുക്കണം ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഈക്വലായിട്ട് 4 കാർഡ്ബോർഡ് പീസ് വേണം. നമുക്കത് എടുക്കാം. അതിന് മുമ്പേ നമുക്ക് ഈ പേപ്പറിൻ്റെ ഇതൊക്കെ വീതിയൊക്കെ എടുക്കണം. നമുക്ക് ആദ്യത്തെ പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ്, ആദ്യത്തെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി കട്ടിങ് കുറച്ച് പ്രശ്നമാണെന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഡ്രൈ ആണ് ഗൈസ്, അതുകൊണ്ട് ചിരിയൊക്കെ മോശമായിരിക്കും. അടുത്ത തവണ നമ്മൾ നല്ലപോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പീസ് കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെയും കൂടെ ഒന്ന് കവർ ചെയ്യാം കേട്ടോ. കേസ് അങ്ങനെ നമ്മൾ 2 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വല്ലതൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഈ സാധനം നമ്മുടെ ഉരയ്ക്കുന്ന സാധനം അത് നമുക്ക് ഇവിടെ ഒട്ടിച്ച് ഈ കാർഡ്ബോർഡിൻ്റെ അവിടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ കാർഡ്ബോർഡിൻ്റെ അവിടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കൗട്ട് ആവുമോ ഇല്ലയെന്നൊന്ന് നോക്കാം കേട്ടോ. ഇത്ര വലിയ ഭംഗിയൊന്നും ഇല്ല അകത്ത്. എന്നാലും ഞാൻ വെക്കേഷന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാനിനി 6-ലോട്ടാണ്, അപ്പം പഠിക്കാൻ ഒത്തിരി കാണും. അതുകൊണ്ട് വെക്കേഷൻ ആയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ചെയ്തത്. നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് ഒറ്റയ്ക്കൊരു പേടി ഗൈസ്. അവിടെ ഞാൻ മാമനെ വിളിച്ചിട്ട് വരാം. നോക്കാം. അയ്യോ, ബേണൽ കാർഡ്. അയ്യോ, ഫുള്ളും കത്തു. അയ്യോ ഗൈസ്, ഫുള്ളും കത്തിപ്പോയി. ഫുള്ളും കത്തിപ്പോയി. ഇത് കണ്ടോ? അല്ല, മാമ വരുന്നുണ്ട്. അതിന് ടിഷ്യൂ ആയിരുന്നു വേണ്ടത്. പക്ഷേ എൻ്റെ ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എല്ലാം ഫ്ലോപ്പായിപ്പോയി. പക്ഷെ അത് ലാസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഇച്ചിരി വന്നായിരുന്നു. വെറുതെ എൻ്റെ കാർഡ്ബോർഡും പശയും തീർന്നു. ഇനി എനിക്ക് ചിലപ്പോഴേ മേടിച്ച് തരുമോ കേട്ടോ. അതുകൊണ്ട് ഇവിടെ അലങ്കോലമായി കിടക്കുന്നത് ഞാൻ നിങ്ങളെ കാണും. ഗൈസ്, ഇത് കണ്ടോ കിടക്കുന്നത്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു കാര്യം ഗൈസ്, ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. വി ലവ് യു.